മോത്തി അന്ന് കടകംപള്ളി സുരേന്ദ്രൻ മേയറെ വേദിയിലിരുത്തി പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഓർക്കുന്നത്. കാരണം ജനങ്ങളെ തടവറയിലാക്കി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിന് സമാനം തന്നെയാണ് തലസ്ഥാനത്തെ ജനജീവിതം എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം നമ്മളിപ്പോൾ ചാല മാർക്കറ്റിലേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യം. കാരണം റോഡ് പണി പകുതി വഴിയിൽ നിർത്തിയ ഒരു സാഹചര്യം, ഒപ്പം ചെറിയ മഴയ്ക്ക് തന്നെ വെള്ളക്കെട്ടായി മാറുന്ന തരത്തിലേക്കാണ് അതിൻ്റെയൊക്കെ തന്നെ സാഹചര്യമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനജീവിതം വലിയ ദുരിതത്തിലാണ്. ഇപ്പോൾ ഞാൻ ഓൾ സെയിൻസ് കോളേജിനടുത്താണ് നിലവിൽ നിൽക്കുന്നത്. അവിടേക്ക് വരുമ്പോൾ റോഡ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗം പോലുമല്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അത് മഴക്കാലപൂർവ്വ ശുചീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം ഓടയിൽ നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിലവിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നത്. പലപ്പോഴും ഹോട്ടലുകളിലടക്കം ഇത്തരത്തിൽ റോഡ് വശത്തോട് ചേർന്നിട്ടുള്ള ഹോട്ടലുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. എന്തായാലും അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നതേ ഉള്ള ആ പ്രദേശത്തേക്കൊക്കെ. പക്ഷേ നിലവിൽ കണ്ട സാഹചര്യം വളരെ രൂക്ഷമാണ്. കാരണം പലപ്പോഴും ഈ ചാക്ക ഭാഗത്ത്, വഞ്ചൂർ ഭാഗത്ത് ഒക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇപ്പൊ നിലവിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡുകളുടെ നവീകരണം ഏറിയ പങ്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത് ഒരു ലെയർ ടാറിങ്ങോടുകൂടി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇനിയും ടാറിങ് അടക്കമുള്ള പണികൾ നടക്കാനുണ്ട്. തീരെ പണി നടക്കാത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് ചാല മാർക്കറ്റ് ആയിരിക്കും. ഒരു പക്ഷേ മാധ്യമങ്ങൾ അടക്കം വരുന്നു, വാർത്ത ചെയ്യുന്നു, അതേ തുടർന്ന് ശകലം പണി മുൻപോട്ട് പോകുന്നു. പക്ഷെ അതിനുശേഷം പണി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്ത് പൊതുവെ ചാല മാർക്കറ്റിന്റെ ഭാഗത്ത് കണ്ടുവരുന്നത്. എന്തായാലും കൂടുതൽ രൂക്ഷമായി തന്നെ പറയുമ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് എല്ലാ നാട്ടിലെയും ആൾക്കാർ പലവിധ ആവശ്യങ്ങൾക്കായി വരേണ്ട ഒരു സ്ഥലമാണ്. ഒന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ട്, മന്ത്രി മന്ദിരങ്ങളുണ്ട്, മറ്റാവശ്യങ്ങൾക്കൊക്കെയായി പല ഓഫീസുകളുടെയും ഹെഡ് ഓഫീസുകളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്നവർക്കും തിരുവനന്തപുരം നിവാസികൾക്കും ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏത് സ്ഥലത്തു കൂടി യാത്ര നമുക്ക് ചെയ്യാൻ കഴിയും, ഏത് റോഡുകളൊക്കെ അടച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് കുഴിയുള്ളത്. ഈ മഴയുടെ സമയത്ത് പ്രത്യേകിച്ചും വാഹനങ്ങളിലൊക്കെ വന്നാൽ നമ്മൾ പെട്ടുപോകുമോ എന്ന് വിചാരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെ എടുത്തു പറയേണ്ട മേഖലകൾ ഏതൊക്കെയാണ് ഗൂഗിൾ ശ്രദ്ധിക്കേണ്ടവ? മോത്തി ആദ്യമേ തന്നെ പറയട്ടെ, തിരുവനന്തപുരത്ത് മാത്രമല്ല ഏത് പ്രദേശത്തും മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകും. ചില സോഷ്യൽ മീഡിയ കമന്റുകളാണ്, അപ്പോൾ അതിലേക്കൊക്കെ തന്നെ വരാം. കാരണം മഴ പെയ്താൽ വെള്ളം കയറും, അപ്പം ചാനലുകാർ മാത്രം എന്തുകൊണ്ട് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ, ചെറിയ കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഓർക്കുന്നത് മഴ പെയ്താൽ എന്തായാലും വെള്ളക്കെട്ടുണ്ടാകും, ഉറപ്പാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ഇല്ലാത്തതും റോഡിന്റെ പണി പലപ്പോഴും ചെയ്തു വെച്ചിരിക്കുന്നത് 2-3 കോൺട്രാക്ടറുകൾക്കായിട്ട് വീതിച്ചു കൊടുത്ത് അങ്ങനെയാണ് ആ പണി മുമ്പോട്ട് പോയിരിക്കുന്നത്. മന്ത്രി റിയാസ് അടക്കമുള്ളവർ പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണി വളരെ വേഗം നീങ്ങുമെന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഈ പ്രശ്നം പറ്റിയത് പലപ്പോഴും ഒരു കോൺട്രാക്ടർ പകുതി പണി വെച്ച് നിർത്തുമ്പോൾ ബാക്കി ആളും അതേ റോഡിന്റെ തന്നെ ഇടറോഡുകളൊക്കെ കുഴിച്ചിടുന്ന ഒരു സാഹചര്യം, മറ്റൊരു കോൺട്രാക്ടർ അങ്ങനെ ചെയ്യുന്നു. അപ്പം പലപ്പോഴും ഈ കോൺട്രാക്ടർമാർ തമ്മിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, അതൊക്കെ തന്നെ പലപ്പോഴും പ്രകടമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റോഡുകളുടെ ശോചനീയ അവസ്ഥ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമായിട്ട് തിരുവനന്തപുരത്തുകാർ മാത്രമല്ല താമസം, സർക്കാർ ജീവനക്കാർ അടക്കമുള്ളവർ, ബാക്കി ആവശ്യങ്ങൾക്കായിട്ട് സെക്രട്ടേറിയറ്റിൽ വരുന്നവർ, പഠിക്കുന്ന കുട്ടികൾ, തിരുവനന്തപുരം ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് തന്നെ പലപ്പോഴും മാറുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വലിയ ദുരിതത്തിലാണ്. അപ്പം വരാൻ പറ്റുന്ന റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു റോഡ് നിലവിൽ NH ഹൈവേ മാത്രമാണെന്ന് പറയാം. ബാക്കി റോഡുകളൊക്കെ തന്നെ ഇടറോഡ് അടക്കം തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ജനജീവിതം ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. വാഹന ഗതാഗതം തീർത്തും ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. എന്തായാലും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞു, ഒരു ലെയർ ടാറിങ് ഇട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും പണികൾ ഇനിയും അവശേഷിക്കുകയാണ്. നിലവിൽ ഒരു റോഡ് പണിത് പകുതിയാക്കി കഴിയുമ്പോൾ തന്നെ വീണ്ടും വാട്ടർ അതോറിറ്റി അടക്കമുള്ളവർ വന്ന് കുഴിച്ചിടുന്ന ഒരു സാഹചര്യം കൂടി. അത് സ്മാർട്ട് സിറ്റി റോഡുകൾ അടക്കമുണ്ട്, മാൻഹോളിന്റെ നിർമ്മാണം അടക്കം ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ മുൻപോട്ട് പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇനിയും ഒരു 2 മാസം കൂടെ എടുക്കുമെന്നുള്ളതാണ് നിലവിലെ വിശദീകരണം. പലപ്പോഴും ഡേറ്റുകൾ പലപ്പോഴും മാറി. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പറഞ്ഞതാണ് പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ പണി തീർക്കുമെന്നുള്ളത്. പക്ഷേ അത് അവിടെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നീടും പല ഡേറ്റുകൾ കഴിഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്തായാലും റോഡ് ഒക്കെ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതും പലപ്പോഴും പാലിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും പുതിയൊരു ഡേറ്റിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് നിലവിൽ തോന്നുന്നത്. മോത്തി.